സർ, ഈ നവീൻ ബാബുവിൻ്റെ കേസിൽ ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. SIT അന്വേഷണം തുടരാം, CBI അന്വേഷണം വേണ്ട എന്ന്. എന്താ സാർ, എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ആ ജഡ്ജിനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കൗസർ എടപ്പത്ത് പൊതുവെ നല്ല വിധികൾ എഴുതുന്ന ഒരു ജഡ്ജിയാണ് നമുക്കറിയാം. പക്ഷേ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂർ ലോബിയുടെ കീഴിൽ കണ്ണൂരിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ആ അന്വേഷണം അത് എല്ലാ തരത്തിലും പ്രതികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ അന്വേഷണം നടക്കുന്നത് എന്ന് നമുക്ക് ആദ്യം മുതൽ ഇങ്ങോട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാവും. ആദ്യം തന്നെ അവിടെ നടന്നിട്ടുള്ളത്, ഈ ഇവരുടെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള എന്താണ്, പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തി, ഇവർ വരുന്നതിന് മുമ്പായിട്ട്. പ്ലസ് അതിനുശേഷം അവർ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞുകൊണ്ട്, പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തടവറയിൽ കിടക്കുന്ന ആ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടും അവരെത്തുന്നതിന് മുമ്പ് ഈ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി. ആ ബോഡി കാണാനുള്ള ഒരു അവകാശം പോലും, ഈ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ബന്ധുക്കൾക്ക് ബോഡി കാണാനുള്ള ഒരു അവസരം പോലും നിഷേധിച്ചുകൊണ്ട്, അത് എന്താണ് യഥാർത്ഥത്തിലെ ബോഡിയിൽ നടന്നിട്ടുള്ളത് എന്ന് കാണാൻ അവസരം കൊടുക്കാതെ, ആരെയും അകത്ത് പ്രവേശിക്കാതെ അവർ ഇൻക്വസ്റ്റ് നടത്തി എന്ന് പറയുന്നതും, മഹസർ തയ്യാറാക്കി എന്ന് പറയുന്നതും, പോസ്റ്റ്മോർട്ടം തയ്യാറാക്കി എന്ന് പറയുന്നതും ഗുരുതരമായ തെറ്റാണ്. അതിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത് കൊലപാതകമാണ്. ഏറ്റവും അധികത്തെ സംശയം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യക്ക് ആസ്പദമായിട്ട് ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെക്കും. അതുണ്ടായിട്ടില്ല. 2 വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ആ വാതിൽ തുറന്നു കിടക്കുന്ന ഏതെങ്കിലും ആത്മഹത്യ നടന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പോലീസ് ആദ്യം മുതൽ ഇന്ന് വരെ എല്ലാ തരത്തിലും കേസ് അട്ടിമറിക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനോട് ആസ്പദമായുള്ള CCTV ക്യാമറകൾ സീസ് ചെയ്യുകയോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് നായയെ കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുകയോ ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം തന്നെ ഈ പറയുന്ന പോലീസാണ് നടത്തിയിട്ടില്ല. അതേ പോലീസ് തന്നെയാണ് കുറച്ചുകൂടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പം എത്ര കാലമായി ഇപ്പം നടന്നിട്ട്, ഈ സംഭവം നടന്നിട്ട് ഇപ്പം എത്ര കാലം? 3 മാസമായി. ആ സമയം കൊണ്ട് എന്തെല്ലാം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. ആദ്യം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യത്തിൽ ബോഡി കൊണ്ടുപോയിട്ട് കത്തിച്ചു കളഞ്ഞ എങ്ങനെയാണ്? ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ വിശ്വസിപ്പിക്കുകയാണ് MV ജയരാജൻ, കളക്ടറും കൂടി. MV ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്ക് ഇതിനകത്ത് വ്യക്തമായി പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആ ബോഡി അവിടെ കണ്ണൂരിൽ ഈ സിവിൽ സ്റ്റേഷനിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെയോ അവിടെ ജീവനക്കാരെയോ ഒന്ന് കാണിക്കാൻ പോലും സമയം കൊടുക്കാതെ ധൃതി പിടിച്ച് ഒളിച്ച് കടത്തുകയായിരുന്നു. എന്നിട്ട് കുടുംബത്തോടൊപ്പം നിന്ന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം എന്തായി, വേഗം കത്തിച്ച ശേഷം ആ MV ജയരാജൻ പറഞ്ഞ എന്താ, ഈ നവീൻ ബാബു അഴിമതിക്കാരനാണെന്നുള്ള ആരോപണമുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് കൊലപാതകമാണെങ്കിൽ ദിവ്യ രക്ഷപ്പെടുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ തന്നെ അദ്ദേഹം അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ കീഴിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? അവിടുത്തെ കണ്ണൂരിലെ പോലീസ് എന്ന് പറയുന്നത് CPMൻ്റെ ഒരു ചട്ടുകം മാത്രമാണ്. കാരണം അവർക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥന്മാരെ എല്ലാ തരത്തിലും ഒതുക്കുന്ന നടപടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് ഒതുങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നു, അവർക്കനുസരിച്ചുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് കേസ് അട്ടിമറിക്കും. ഇതേപോലെ തന്നെയാണ് നമുക്കറിയാം കവിയൂർ കേസിൽ അവിടെ ഇതേപോലെ കേസ് അട്ടിമറിക്കപ്പെട്ടു. അത് ആത്മഹത്യയെ ചിത്രീകരിച്ചു. അതേപോലെ അത് കുട്ടിയുടെ രഹസ്യഭാഗത്ത് സ്പേമെൻസ് പ്രൊമോറ്റോസം ഉണ്ടായിരുന്നു. അത് DNA ടെസ്റ്റ് നടത്തിയിട്ട് അത് അട്ടിമറിക്കപ്പെട്ടു. നമ്മുടെ DIG ആയിരുന്ന ശ്രീലേഖയായിരുന്നു അതിൻ്റെ അന്ന് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയില്ല. ശ്രീമതി ടീച്ചർ അന്ന് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ കുട്ടി കന്യകയാണ്, അതേപോലെ ഈ കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്ന് അടുത്ത ദിവസം വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അവർക്ക് എങ്ങനെ അറിയാം? അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്യാമള, അതായത് MV ജയരാജൻ്റെ ഭാര്യ, MV ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള, കൂടാതെ ശ്രീമതി ടീച്ചർ, ഇവരെല്ലാവരും തന്നെ അവിടെ അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നു. പിന്നെ CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല അവരെ തിരിച്ചെടുത്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ധനകാര്യ വകുപ്പ് ഇതായിട്ട് അവരെ സെക്ഷൻ്റെ ഹെഡായിട്ട് തിരിച്ചെടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ഈ കൊലപാതകമാണെന്ന്
കൃത്യമായിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയത്, പിന്നെ ബ്ലഡ് കണ്ടെത്തിയത്, അതായത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു. അതിലപ്പുറത്തെ എന്താണ് വേണ്ടത്? കൊലപാതകമാണെന്ന്. അപ്പോഴേ സാർ പോലീസ് ഈ SIT തന്നെ വീണ്ടും അന്വേഷിക്കണമെന്ന് കോടതി പറയുമ്പോൾ ഇതിൽ എന്താണ് സാർ കോടതി ഉദ്ദേശിക്കുന്നത്? അന്വേഷണം പൂർത്തിയായില്ല എന്നാണോ? അല്ല, കോടതി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം എടുത്ത നിലപാട് ഒരിക്കലും ശരിയല്ല എന്ന് തീർത്ത് പറയാൻ പറ്റും. കോടതിയുടെ ഈ വിധി തീർത്തും നിരാശാജനകമാണ്. മാത്രമല്ല ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതാണ്. അവർക്ക് എന്ത് തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ വിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ അത് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നത് അല്ല. തന്നെ CBIനെ കുറിച്ച് എനിക്ക് ആരോപണമുണ്ട്. പക്ഷേ പെരിയാക്കുട്ടക്കൊല കേസൊക്കെ അന്വേഷിച്ച പോലെ കൃത്യമായി CBI അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഗൂഢാലോചനയുടെ പിണറായി വിജയൻ മുതൽ മകൾ മുതൽ P ശശി മുതൽ MV ജയരാജൻ, MV ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടങ്ങിയുള്ള സകല ആൾക്കാരും ഇതിനകത്ത് പെടുമെന്നുള്ള കാര്യം സംശയമില്ല. എന്തിന് നമുക്കറിയാം, ഇതിൻ്റെ അടുത്ത ദിവസം പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾ പ്രഖ്യാപിച്ചിട്ടുള്ള എന്താണ്, അദ്ദേഹം 98,500 രൂപ അഴിമതി പൈസ മേടിച്ചു എന്നാണ്. അത് കള്ളമാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ആരാ ഉണ്ടാക്കിയത്? ബിജു കണ്ടങ്കൈ എന്ന് പറയുന്ന നൊട്ടോറിയസ് ആയ ഒരു ആളാണ്. ഇതേപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഇതേപോലെ കാര്യങ്ങൾ അടിയട എന്നാണ് അദ്ദേഹം പറയുക. ഇടിക്ക് കൊല്ല് എന്ന് പറയുന്ന ഒരാളാണ്. അതേപോലെ തന്നെയാണ് P ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതൊക്കെ അവിടെ അട്ടിമറിക്കാൻ വേണ്ടി മറ്റൊരു ശ്രമിച്ചത്. പ്രശാന്തിൻ്റെ ഒപ്പും പ്രശാന്തിൻ്റെ കയ്യെഴുത്തും അല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് 98,500 രൂപ കൊടുത്തു എന്ന് പറയുന്ന കാര്യം കള്ളമാണെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. മാത്രമല്ല ഗീത എന്ന് പറയുന്ന റവന്യൂ ലാൻഡ് കമ്മീഷണർ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് ജീവനക്കാരനായ കളക്ടറുടെ താഴെ ജോലിയുള്ള ADMന് ഇതാണ് സംഭവമെങ്കിൽ കേരളത്തിൽ എന്താണ് സാധാരണ മനുഷ്യന്മാരുടെ സ്ഥിതി? ആരെയും എവിടെ വെച്ചും കൊല്ലാം, അട്ടിമറിക്കാം, കഥ മാറ്റി ചെയ്യാം. അതല്ലേ നടക്കുന്നത്. ADM എന്ന് പറയുന്ന ആരാ? അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ഒരാളാണ്. അവർ കുടുംബപരമായിട്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതായത് അദ്ദേഹം സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്നാൽ മറുഭാഗത്തോ ദിവ്യ എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ പിണറായിസത്തിൻ്റെ ആളായി പോലീസും അധികാരവും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ആളുകളാണ് ആ കൂട്ടത്തിലുള്ള ഒരു മാഫിയ സംഘമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനെയൊക്കെ അന്വേഷണം കണ്ടെത്തണമെങ്കിൽ ഇതിനകത്ത് കളക്ടർ അടക്കം ഇതിനകത്ത് ഇൻവോൾവ് ആണ്, പിണറായി ഇൻവോൾവ് ആണ്. അപ്പോൾ സാർ ഈ കോടതി വിധിയിലൂടെ എന്തായിരിക്കും സാർ കോടതി ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും കോടതി ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ നമ്മൾ കോടതി ലക്ഷ്യത്തിനൊക്കെ പോകേണ്ടി വരിക. ഞാൻ തയ്യാറല്ല. കാരണം ഈ വിധിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിധിയായിട്ട് കാണാൻ പറ്റും. കാരണം ഞാൻ കവിയൂർ കേസിൽ വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ അവർ ഈ കൊലപാതകമാണെന്ന് ഇത് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു കാര്യത്തിൽ ലതാ നായർ മാത്രമാണ് പ്രതിയായത്. ബലാത്സംഗം ചെയ്യപ്പെട്ട അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി പെൺകുട്ടി കവിയൂരിലെ നാരായണ നമ്പൂരിയുടെ മകൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് നിരന്തരമായി കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്നും രഹസ്യഭാഗത്ത് ശുക്ലസാവറവും ഉണ്ടെന്ന് പറഞ്ഞിട്ടും ലതാ നായരെ മാത്രം പ്രതിയാക്കിയ പോലീസായിരുന്നു. ആ പോലീസിൻ്റെ അതേ തന്നെയാണ് CBIയും കൊണ്ടുവന്നത്. ഞാൻ കോടതിയിൽ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചപ്പോൾ കോടതി ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വെറുതെ കോടതിയെ ഇതാക്കുന്നത്? CBIയും ശക്തമായി വിമർശിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരൊറ്റ സംശയത്തിന് മറുപടി തരികയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പിൻവാങ്ങാം. എന്താണെന്ന് ചോദിച്ചാൽ അറിയാമോ? ഈ ലതാ നായർ, ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലസ്രാവവും ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് ലതാ നായരാണോ? ഈ ലതാ നായരുടെ ശുക്ലസ്രാവവുമാണോ അവിടെ കിടക്കുന്നത്? അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ കേസിൽ നിന്ന് പിന്മാറിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ കോടതിക്ക് പിന്നെ ഉത്തരം മുട്ടി. കോടതി കൃത്യമായി ചോദിച്ചു CBIയുടെ അതിനെന്താ ഉത്തരം പറയാനുള്ളത്? ഇവരാണോ ബലാത്സംഗം ചെയ്തത് എന്ന് ചോദ്യത്തോട് കൂടിയിട്ട് അവർക്ക് ബബ്ബ അടിക്കേണ്ടി വന്നു. ഇതേപോലെ അപ്പം തന്നെ കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചു. അതിനുശേഷം ഞാൻ 5 തവണ നിരന്തരമായി ഇപ്പോൾ ഒരു അടിയാധാര വശം ഇവിടെ അതേപോലെ തന്നെ വ്യക്തമായ 1, 2, 3 എന്ന് പറഞ്ഞ് 10-12 തെളിവുകളാണ് ഇത് കൊലപാതകമാണ് നൽകുന്നത്. അതിനകത്ത് ഒരു അടി മുന്നോട്ട് പോകാൻ ഈ SIT എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി കഴിയില്ല. അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ കൃത്യമായി അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് അപ്ഡേറ്റ്സ് കോടതി കൊടുത്തുകൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണെങ്കിൽ ഈ പോലീസ് തന്നെ മതി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം പോലീസ് സ്വതന്ത്രമല്ല. ഏതായാലും സാർ കുടുംബം അപ്പീൽ പോകുമെന്നാണ് പറയുന്നത്.
നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. തീർച്ചയായിട്ടും കുടുംബത്തിന് എല്ലാവിധ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്, എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. കാരണം ഞാനാണ് ആദ്യമായിട്ട് ഇതിൽ കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ ആദ്യം പുറത്തുവിട്ടുള്ളത്. പിന്നെ നിരന്തരമായിട്ട് എല്ലാവരും തന്നെ എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്ത് കൃത്യമായി പറഞ്ഞത് കൊലപാതകമാണ്. അതിന് പിന്നെ മാഫിയ സംഘങ്ങളുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ ആളുകളുണ്ട്. നമുക്കറിയാലോ പെരിയ കൊട്ടക്കല കേസിൽ അത് ഏറ്റെടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ പാർട്ടി തന്നെ അത് കൊലപാതകികളെ രക്ഷിക്കാൻ വേണ്ടി പരസ്യമായി വീട്ടിൽ പോകണോ, ജയിലിൽ പോകണോ, സ്വീകരിക്കാൻ പോകണോ, അതുപോലെയാണ് ഈ കേസിലും. അല്ല, ഇനി അതങ്ങനെ മാറി വരുമ്പോൾ ഇവർ തന്നെ പ്രതികളാകുമ്പോൾ ഇനി അതിനെ ഇവർ സപ്പോർട്ട് ചെയ്യും. അല്ല, ഇവർ തന്നെ പ്രതികളാണ്, ഇതിൽ ഹൈ ലെവലിലുള്ള പ്രതികളാണ്. പിണറായി വിജയൻ കൊണ്ട് തുടങ്ങിയുള്ള ആയിരക്കണക്കിന് ഏക്കറുകൾ തട്ടിയെടുത്ത രേഖകളാണ് നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അത് പിടിച്ചെടുക്കാനും രേഖകളോടുകൂടി ഇയാളെ നശിപ്പിക്കാനും മറ്റുള്ള ആരെങ്കിലും അവരെപ്പറ്റി ഇതേപോലെ അന്വേഷിച്ചാൽ ഇതായിരിക്കും അനുഭവം എന്ന് തെളിയിക്കാനും കാണിക്കാനും വേണ്ടിയിട്ടാണ് ADM നവീൻ ബാബുവിനെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സാർ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.